സുഹൃത്തുക്കളെ, തിരുപ്പതി വിശേഷത്തിലേക്ക് നമുക്ക് ഒന്ന് പോകാം. ഞാൻ 3-ാം തവണ തിരുപ്പതി വെങ്കടാചലപതിയെ തൊഴാനായിട്ട് പോയതിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ തിരുപ്പതി വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് തിരുപ്പതി വെങ്കടാചലപതിയുടെ ബാലാജിയുടെ നടയിൽ ചെന്ന് തൊഴണമെങ്കിൽ കുറേ അധികം ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം നമുക്ക് അതിനകത്ത് ചെന്ന് ഫോട്ടോസും ഒന്നും എടുക്കാൻ, വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. പുറമേ നിന്ന് ഭഗവാനെ ഇവിടെയാണ് ഭഗവാൻ ഉള്ളതെന്ന് പറയാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ കൂട്ടുകാരൻ എന്ന പേരുള്ള ബസ്സിൽ തിരുവല്ലയിൽ നിന്ന് ദർശന വഴി, മോക്ഷയുടെ തന്നെ ദർശൻ ട്രാവൽസ് വഴിയാണ് ഞങ്ങൾ ഇപ്രാവശ്യം പോയത്. അപ്പോൾ തിരുവല്ല ആയതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു വരാനായി. കോട്ടയം വരെ പോകണ്ട. പിന്നെ പകൽ യാത്ര തുടങ്ങിയത്, അതും സൗകര്യമായി. അങ്ങനെ ഉച്ചയ്ക്ക്, രാവിലെ എന്ന് അവർ പറഞ്ഞെങ്കിലും ഉച്ചയായി, ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു. തിരുവല്ലയിൽ നിന്ന് ദർശൻ ട്രാവൽസിൽ, അങ്ങനെ കൂട്ടുകാരൻ ബസ്സിൽ തിരുപ്പതി യാത്ര തുടങ്ങിയ വിശേഷമാണ്. ഇപ്പം ഞങ്ങൾ കാതിരാൻ തുരങ്കത്തിൽ വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യാത്ര ദൈവാനുഗ്രഹമെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് മല്ലിക. ഞാൻ ചോറ്റാനിക്കരയിൽ നിന്ന് വരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും അനിയത്തിയുണ്ട്. ഒരു നല്ല യാത്ര ആശംസിക്കുന്നു. ഇപ്പോൾ തിരുവല്ലയിൽ നിന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ തിരിച്ച് പിറ്റേ ദിവസം വെളുപ്പിന് ഒരു 5 മണിയാകാറായപ്പോഴാണ് ഞങ്ങൾ തിരുപ്പതിയിൽ തിരുമലയുടെ താഴ്വാരത്ത് പത്മാവതി ദേവിയുടെ ക്ഷേത്രത്തിന് സമീപമായിട്ട് എത്തിയത്. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ഹോട്ടലിലൊക്കെ റൂം എടുത്ത് താമസിച്ച് പിറ്റേ ദിവസത്തെ കാപ്പി പലഹാരങ്ങളൊക്കെ കഴിച്ച് വീണ്ടും ബസ്സിന് കയറി ഇനിയും ഭഗവാന്റെ ധർമ്മപത്നിയായിട്ടുള്ള പത്മാവതി ദേവിയെ ഇവിടെ ദർശനത്തിനായിട്ട് വേണ്ടി പോവുകയാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മാറിയാണ് ഞങ്ങൾ താമസിച്ചത്. അതുകൊണ്ട് വീണ്ടും ബസ്സിന് പോകേണ്ടി വന്നു. ഇതിന് മുമ്പ് പോയപ്പം കുറച്ചുകൂടെ അടുത്തായിരുന്നു, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ പത്മാവതി ദേവിയെ ദർശിക്കാനുള്ള സമർപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പുഷ്കരണിയാണ് പത്മസരോവരം. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി നാളിൽ സ്വർണ്ണ താമരപ്പൂവിൽ പത്മാവതി ദേവി ഈ കുളത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പത്മസരോവരത്തിൽ ചക്രസ്നാനം വാർഷിക പത്മാവതി ബ്രഹ്മോത്സവത്തിന്റെ അവസാന ദിവസത്തിലാണ് പത്മാവതി ദേവി പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ദേവിയുടെ ദർശനം ആഗ്രഹിച്ചു വന്ന ഇവിടെയും തിരക്കൊന്നുമില്ലാതെ നന്നായി തൊഴാൻ പറ്റി. അങ്ങനെ കലിയുഗത്തിലെ അവതാരമായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള തിരുവെങ്കടാചലപതിയുടെ ധർമ്മപത്നിയായിട്ടുള്ള പത്മാവതി ദേവിയുടെ ക്ഷേത്രത്തിലും തൊഴുത് അവിടുന്ന് അനുവാദം വാങ്ങിയിട്ട് വേണം നമ്മൾ തിരുമലയ്ക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തൊഴുതിറങ്ങിയ ശേഷം പത്മാവതി ദേവി അവതരിച്ച സ്വർണ്ണ താമരയിൽ അവതരിച്ച ആ പുഷ്കരണി, ആ നീല തടാകമൊക്കെ കണ്ട് അവിടെയൊന്നും വന്ദനമൊക്കെ ചെയ്ത് തിരിച്ച് വളരെ സന്തോഷത്തോടെ എല്ലാവരും ആത്മനിർവൃതിയോടെ തിരികെ താമസിക്കുന്ന ഹോട്ടലിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്, നല്ല ഭക്ഷണമാണ് നമ്മളെ ദർശൻകാർ ഒരുക്കി തന്നത്. അതൊക്കെ കഴിച്ച ശേഷം ഉച്ച കഴിയുന്നതോടെ ഞങ്ങൾ 1:30-2 മണി ആയപ്പോഴേക്കും ആന്ധ്ര സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ട് ബസ്സിൽ, തിരുമലയിലേക്ക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ മാത്രമേ വിടുകയുള്ളൂ. പിന്നെ ചെറിയ വണ്ടികളും ഒക്കെ പോകാൻ പറ്റും. നമ്മൾ പോയ വണ്ടി അങ്ങോട്ട് വിടത്തില്ല. അങ്ങനെ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത്, നമ്മളെടുത്തില്ല, ദർശനക്കാരെടുത്ത് തന്നു. 25 കിലോമീറ്ററോളം ഉണ്ട് ദൂരം. അങ്ങനെ 7 മലകൾ കൂടുന്ന തിരുവെങ്കടാചലപതിയുടെ വാസസ്ഥലമായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ തിരുവെങ്കടാചലപതിയെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും അധികം സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും അവിടെ ചെന്നെത്തി. അവിടെ ഇനിയും നമ്മൾ കൂപ്പണൊക്കെ നേരത്തെ ദർശനം എടുത്ത് വെച്ചിട്ടുണ്ട്, എൻട്രി കൂപ്പൺ. ഇനി അവിടേക്കുള്ള പാസുമായിട്ട് പോകാനായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അവിടെ നിന്നു കുറച്ച് അധികം നേരം. ഞാൻ കഴിഞ്ഞ 2 പ്രാവശ്യം പോയപ്പോൾ ക്യൂ നിന്ന പോലെ നിൽക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് ക്യൂ കോംപ്ലക്സൊക്കെ റിലീസായി. ഭഗവാനെ നന്നായിട്ട് തൊഴാൻ പറ്റി. 2 കൈകളിലും ഒന്നും ഞാൻ വച്ചില്ല. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഭഗവാനെ തൊഴാൻ പറ്റി. ഇറങ്ങി വന്ന്
പിന്നെ ഭഗവാന്റെ അന്നദാനവും കഴിച്ച് അവിടെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് നോക്കി നടക്കുന്ന സമയത്തെ ചെറിയ വീഡിയോകളാണിത്. നമുക്കകത്തുനിന്ന് വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാനൊക്കത്തില്ല. ഭഗവാന്റെ സന്നിധാനത്തിന് പുറത്തു നിന്നെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആ മണ്ണിലൊന്ന് കാല് ചവിട്ടാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു. പിറ്റേ ദിവസം നമ്മുടെ വിഷു പോലെ ഒരു ഉത്സവം അവിടെയും ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലായിടവും അലങ്കാരമയമായിരുന്നു. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ആത്മനിർവൃതിയോടെ മടങ്ങി തിരിച്ച് ഹോട്ടലിൽ വന്ന് പിറ്റേന്ന് വെളുപ്പിനെ തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ് വായുസ്വരൂപനായിട്ടുള്ള കാളഹസ്തി മഹാദേവനെയും തൊഴുത് തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിലെ സന്തോഷകരമായ നിമിഷങ്ങളാണ്. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക, ആസ്വദിക്കുക, പോകാനുള്ള ഒരു പ്രചോദനമാകട്ടെ എന്നും പറയുന്നു. എനിക്ക് പാട്ടിന്റെ ആദ്യം അറിയാവുള്ളൂ, എനിക്ക് അറിയാവുന്നില്ല. ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോരാടുമെന്നാണ് ഞങ്ങളുടെ ടീമുകൾ പറഞ്ഞത്. കേട്ടല്ലോ, നമ്മൾ ഈ പാട്ടിന്റെ ആർക്കും കിട്ടിയില്ല, ബാക്കി വരികൾ എല്ലാവരും പാടാം കേട്ടോ. മാക്സിമം എല്ലാവരും ഉണ്ടല്ലോ, 1, 2, 3 വരികൾ വെച്ച് പാടാൻ ശ്രമിക്കുക. എല്ലാവരും ഒന്ന് കൂടി കൊടുക്കണം. ഓക്കെ, എ ടീമിനാണ് ലീഡർ തന്നെ. എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. ഈ നമ്മുടെ ടീമിന്റെ അഭിമാന പ്രശ്നമാണ്. മാക്സിമം എല്ലാവരും കട്ടക്കിക്കുക. എല്ലാരും കൂടിക്കേ.